മടപ്പള്ളിയിൽ അടിപ്പാത അനുവദിക്കുക എന്ന ആവശ്യമുന്നയിച്ച് ചെറിയ വിഷുദിനത്തിൽ നിരാഹാര സത്യാഗ്രഹ സമരം നടത്തി സമരസമിതി ആക്ഷൻ കമ്മിറ്റി. രാവിലെ ആരംഭിച്ച സത്യാഗ്രഹം വൈകുന്നേരം വരെ നീണ്ടുനിന്നു. നിരാഹാര സമരം എംഎൽഎ കെ രമ ഉദ്ഘാടനം ചെയ്തു. അടിപ്പാത എന്ന ആവശ്യം ഉന്നയിച്ച് 2.5 വർഷമായി മടപ്പള്ളിയിലെ ജനങ്ങൾ സമരമുഖത്താണ്. മനുഷ്യച്ചങ്ങലയും നിരാഹാര സമരങ്ങളും ധർണകളും നാഷണൽ ഹൈവേ പിക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടത്തിയിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഏറെ ബുദ്ധിമുട്ടിയാണ് സഞ്ചരിക്കുന്നത്. അടിപ്പാത അനുവദിക്കാത്ത സാഹചര്യത്തിൽ ഒഞ്ചിയം പഞ്ചായത്തിലെ ഏക കുടുംബാരോഗ്യ കേന്ദ്രമായ മടപ്പള്ളി ഡിസ്പെൻസറിയിലേക്കും പോയി വരാൻ രോഗികൾ 3 കിലോമീറ്ററോളം ചുറ്റിക്കറങ്ങേണ്ട അവസ്ഥയാണ്. നിരവധി സമരങ്ങൾ നടത്തിയിട്ടും അധികാരികൾ കണ്ണു തുറക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് അനിശ്ചിതകാല നിരാഹാര സമരത്തിന് ആക്ഷൻ കമ്മിറ്റി ആരംഭിച്ചത്. നിരാഹാര സമരം എംഎൽഎ കെ രമ ഉദ്ഘാടനം ചെയ്തു. സമരസമിതി ഈ ദിവസം തെരഞ്ഞെടുത്തത് തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഈ ഒരു വിഷയം ഇത്ര ഗൗരവത്തിൽ ഇതിൻ്റെ അധികാരികൾ കാണണം എന്നുള്ളതാണ്. അത് കാണാത്തത് കൊണ്ടായിരിക്കില്ല, അത് എടുക്കാത്തത് കൊണ്ടായിരിക്കില്ല. പക്ഷേ എന്തു തന്നെയായാലും ഈ ഒരു വിഷയത്തിൽ ഇതുവരെ പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറ്റെവിടെയും എനിക്ക് തോന്നുന്നു വടകര മണ്ഡലത്തിൽ ഇതുപോലെ ശക്തമായൊരു സമരം നടന്ന വേറൊരു സ്ഥലമില്ല. ഇതുപോലെ ഏറ്റവും ആദ്യം സമരം തുടങ്ങിയ ഒരു സ്ഥലവും മടപ്പള്ളിയാണ്. അത് ഇതുപോലെ സമരം തുടങ്ങിയ മറ്റൊരു സ്ഥലവും ഈ പ്രദേശങ്ങളിലൊന്നും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഞാൻ വിചാരിക്കുന്ന കോഴിക്കോട് ജില്ലയിൽ തന്നെ മറ്റേ തിക്കോടി, ഇരിങ്ങല് ഉൾപ്പെടെയുള്ള സമര സ്ഥലങ്ങളൊക്കെ ഇവിടെ സമരം തുടങ്ങിയതിന് ശേഷമാണ് അവിടെയൊക്കെ സമരം തുടങ്ങിയത്. പക്ഷെ അത്തരം സ്ഥലങ്ങളിലൊക്കെ അടിപ്പാത അനുവദിക്കുകയും പക്ഷെ ഈ ഒരു പ്രദേശത്ത് മാത്രം അധികാരികൾ കണ്ണു തുറക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വിചിത്രമായൊരു സാഹചര്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. അഡ്വക്കേറ്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഒഞ്ചിയം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശശികല, വാർഡ് മെമ്പർമാരായ UM സുരേന്ദ്രൻ, MV രഞ്ജിത്ത്, മടത്തിൽ സുധീർ, CPM ഏരിയ സെക്രട്ടറി TP ബിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വടകര.